ഇന്ന് ഈസ്റ്ററായിട്ട് നമ്മളൊരു ഫുൾ താറാവിനെ ഗ്രില്ലടിക്കാൻ പോവാണ്. വാ. റെഫറൻസ് എടുക്കാൻ വേണ്ടി യൂട്യൂബ് നോക്കിയപ്പോൾ ഇന്ത്യനൈസ് വേർഷൻസ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഊഹത്തിനൊന്നും ഉണ്ടാക്കി നോക്കിയാണ്. ചിലപ്പോൾ പാളിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് വരഞ്ഞെടുക്കണം, എന്നാലും ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി അത്ര ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യണത് ഷെഫ് മനുവാണ്. താറാവിൻ്റെ ഉള്ളി കയറ്റാനുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇഞ്ചി ജസ്റ്റ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തായി. തക്കാളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. സവാള ജസ്റ്റ് ഒരു 4 ആക്കി എടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചതച്ചെടുക്കാം. ഗ്രില്ല് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് താറാവിൻ്റെ അടിയിൽ വെക്കാനുള്ള പോർഷനാണ് ഇത്. ജസ്റ്റ് സവാളയും തക്കാളിയും ഒരു ചെറിയ മസാലയും ഇട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ബട്ടർ നമുക്ക് ഇതിലോട്ടിടാം. താറാവിനെ കുളിപ്പിച്ചെടുക്കാനുള്ള മസാല സെറ്റാക്കി എടുക്കുക. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് കുറച്ച് അധികം വേണം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മീറ്റ് മസാല. മഞ്ഞ വീഴാൻ പാടില്ല ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് പോലെ മഞ്ഞ സെപ്പറേറ്റ് ഹോൾഡ് ചെയ്യാം. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവനിൽ വെക്കുമ്പോൾ ഒരു കാരമലൈസിങ് എഫക്റ്റ് ഇട്ടാണ്. ഇതിൻ്റെ അകം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് സവാള, കുറച്ച് തക്കാളി, കുറച്ച് ജിഞ്ചർ. ഇതൊക്കെ പുറത്തേടി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് തന്നെ എടുത്തേക്കാം. ശരിക്കും കുറച്ച് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കി. ഒരു 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 50 മിനിറ്റ്സ് ഇടാം. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ടായി. നമുക്ക് ആ ഫാറ്റ് കുറച്ചെടുത്ത് മാറ്റാം, ആ വെജീസും മാറ്റാം. ഫൈനലി നമ്മുടെ മസാല ബട്ടർ മിക്സ് ഒന്നും കൂടെ അതിലോട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഓവനിലോട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സംഭവം ക്ലീൻ. ഇതിൻ്റെ നൂലൊക്കെ വലിച്ച് കളഞ്ഞായിരുന്നു. ഈ ഗ്രേവി കുറച്ച് നമുക്ക് അധികം ഫ്ലേവർ പിടിച്ചിട്ടില്ല. നമ്മൾ അതിനെ വെച്ചില്ല. എന്തൊക്കെ ഉണ്ട് തുടങ്ങോ. ഗ്രേക്ക് ഇച്ചിരി ഉപ്പൊടി, സവാളയ്ക്ക് ഒരു പിടി പിടിച്ചോട്ടെ. സംഭവം കൊള്ളാം. ഇതിന് മസാല നീ പിടിച്ചിട്ടില്ല, വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നാടൻ താറാവറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോരാ. പക്ഷെ കൊള്ളാം, ഒരു വെറൈറ്റി അനുഭവം. എന്തേലൊക്കെ പറയടാ. കഴിച്ചോ. ഇതിപ്പോ ബ്രോയിലർ താറാവാണ്. നമ്മൾ നാടൻ താറാവ് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ നാളെ ഗിവ് അവേ കൊടുക്കണത് നാടൻ താറാവ്. അപ്പൊ നിങ്ങളെല്ലാവരും നാടൻ സ്റ്റൈലില് കുക്ക് ചെയ്യാം. ഈ ക്യാമറമാൻ ബാക്കിൽ ഇരുന്ന് വെള്ളം ഇറക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തെണ്ടിയണം അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് വിളിക്കുന്നു. അതുകൊണ്ട്